ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പീജിൻ ഓർക്കിഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് പീജിൻ ഓർക്കിഡ്സ് നമുക്ക് കുറച്ച് പെൻസിൽ വേണ്ടതാണ്, നമുക്കിത് റീപോർട്ട് ചെയ്യണം. സോ നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റാണ് ഇതെല്ലാം. ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട്, വലിയ പ്ലാന്റ്സ് തന്നെ ഉണ്ട്. കണ്ടോ, അത്യാവശ്യം പെൻസിൽ വേണ്ട സൈസും പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ നമ്മുടെ പീജിൻ ഓർക്കിഡ്. അപ്പോൾ ഇത് മേടിക്കുന്നവർക്ക് എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, അവർ എങ്ങോട്ട് മെസ്സേജ് ആക്കി ചോദിക്കാറുണ്ട്, ചേട്ടാ അത് എങ്ങനെ നടണമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ നടാൻ നമ്മൾ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഓക്കെ, നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ 2 പ്ലാന്റാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റിൻ്റെ സൈസാണ്, ഇത്രയാണ്. നമുക്കൊരു 3 സ്റ്റെം ആണ്, അതുപോലെ ഉണ്ട് 3 സ്റ്റെമ്മുള്ള പ്ലാന്റാണ് ഞാൻ 2 പ്ലാന്റ് എടുത്തത്. ഇതിൽ ഒന്നിലാണ് ഒരു സ്റ്റെം എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ വീണ്ടും ഇവിടെ കട്ട് ചെയ്ത് 2 പ്ലാന്റ് ആക്കി മാറ്റാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു പ്ലാന്റ് എടുത്ത് ഞാൻ കട്ട് ചെയ്ത പ്ലാന്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇതും അങ്ങനെയൊക്കെ തന്നെ ഇരിപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് എടുത്തു, അതിനുശേഷം നമ്മൾ ചെടിച്ചട്ടി എടുക്കുക. ഇത് പലരും മരത്തിൽ നടും. ഓക്കെ, അപ്പോൾ നമ്മൾ മരത്തിൽ നടുന്ന എങ്ങനെയാണെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു ചെടിച്ചട്ടി എടുക്കുക. ഇതുപോലെ ചെടിച്ചട്ടി എടുത്തതിന് അതിനകത്ത് നമ്മൾ കുറച്ച് ഗ്രാവൽ ഫസ്റ്റ് ആഡ് ചെയ്യുക. ഗ്രാവൽ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന പോലെ നമുക്ക് ഇതുപോലെ നമുക്ക് ചകിരിയെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാണ് കണ്ടീഷൻ ചെയ്തെടുക്കണം. അത്യാവശ്യം നമുക്ക് നല്ല ചകിരി നല്ലൊരു ഇതാവുന്ന സമയത്ത് നമുക്ക് വെട്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം. വലിയ കഷ്ണങ്ങൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാവും. വലിയ കഷ്ണം ആണെങ്കിൽ പോലും അതിനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് നമുക്ക് അടിയിൽ നമുക്ക് ഫസ്റ്റ് ഒരു ലെയർ കൊടുക്കാം. അതിനകത്ത് മാറ്റിയതിന് ശേഷം അടിയിൽ ഒരു ലെയർ കൊടുക്കുക. ഓക്കെ, അടിയിലൊരു ലെയർ കൊടുത്തു. അതിനുശേഷം നമ്മുടെ കുറച്ച് ഉരം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് നമ്മുടെ ചാണകപ്പൊടിയുണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ ഇതാണ് നമ്മൾ എടുക്കുന്ന ഉരം, അതിൽ നമുക്ക് ചാണകപ്പൊടിയുണ്ട്. പിന്നെ അതുപോലെ അതിനകത്തുള്ളത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചകിരിച്ചോറ്, പിന്നെ നമ്മുടെ കരിക്കട്ടയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ പ്ലാന്റിനെ എടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലാന്റ് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാന്റിനെ എടുത്ത് ജസ്റ്റ് ഒന്ന് പറ്റും. അപ്പോൾ പ്ലാന്റ് ഇവിടെ വെച്ചു. അതിനുശേഷം നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അതിനുശേഷം വേരെല്ലാം ഇതിനകത്തേക്ക് പോകുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. വേര് അല്പം കുറച്ച് പുറത്ത് നിന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ചകിരികൾ തന്നെ എടുത്ത് കഴിഞ്ഞാൽ ആ വേരിനെ അങ്ങ് ചെറിയൊരു രീതിയിൽ അങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ പ്ലാന്റ് അങ്ങ് ഇരിക്കും. നമ്മളെ പ്ലാന്റിന് ജസ്റ്റ് ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ, അല്ലാതെ മണ്ണും ചെളിയും വെച്ചൊന്നും ആരും ഇത് അതൊക്കെ അറിയാതെ അങ്ങനെ ആരും ചെയ്യില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നട്ട് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മുകളിൽ മേലെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചാണകപ്പൊടി ഒന്ന് തൂറ്റി കൊടുക്കാം. നമ്മൾ വേറെ മണലോ മണ്ണോ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മണൽ ആഡ് ചെയ്യുക, അത് ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെ താല്പര്യം പോലെയാണ്. ഓക്കെ, പ്ലാന്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് കൂടുതലും വെള്ളം ഡ്രെയിനായി പോകണം. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തത് വെള്ളം ഡ്രെയിനായി പോകും. വെള്ളത്തിന് ആവശ്യം മാത്രമേ നിൽക്കൂ. കൂടുതലും ചകിരി ചോറും നമ്മുടെ ബാക്കിയുള്ള മിക്സറും പിന്നെ നമ്മൾ കൂടുതലും ചകിരിയാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ആ ഒരു ക്ലൈമറ്റ് എപ്പോഴും ഇതിൽ തന്നെ കാണും. ഓക്കെ, ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു പ്ലാന്റ്. ഇത് ആ ഉള്ള പ്ലാന്റിൽ തന്നെ ഏറ്റവും ചെറിയ പ്ലാന്റാണ്. ഓക്കെ, ഈ പ്ലാന്റാണ് കുറച്ച് ഒറ്റയ്ക്ക് നടാൻ വേണ്ടി കുറച്ച് എളുപ്പം. സോ അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ നമ്മളിതിൽ എന്ത് ചെയ്യുന്നു, ഗ്രാവൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാവൽ ആഡ് ചെയ്ത് ഗ്രാവൽ എടുത്തു. അതിനുശേഷം ഇത് നമുക്ക് ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഞാൻ സപ്പോർട്ടിന് വേണ്ടി 2 എണ്ണം വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ സപ്പോർട്ട് വെച്ചപ്പോൾ തന്നെ നമ്മൾ വലിയ ചകിരിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ചാണകപ്പൊടി. ഓക്കെ, നമ്മുടെ ആ ഓരോ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സൈഡുകളിലേക്ക് നമ്മളങ്ങ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ പെൻസിൽ വേണ്ടയാണ്. അപ്പോൾ പെൻസിൽ വേണ്ടയുടെ പോട്ടിംഗ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ഇതിനെ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഇതുപോലെ എന്തെങ്കിലും മതിലുണ്ടെങ്കിൽ അത്യാവശ്യം വെയിലുള്ള സൈഡിൽ മതിലിൻ്റെ സൈഡിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഈ ഒരു അടിയിൽ ഈ ഒരു പോട്ടിങ് മതി. പിന്നെ നമുക്ക് ഇതിന് 19 നമ്മൾ സ്പ്രേ ചെയ്യുക. ആദ്യം കിട്ടിയ ഉടനെ സ്പ്രേ ചെയ്ത് കളയരുത്. ഫ്ലവറിങ് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് വിത്തിനൊരു നമ്മുടെ ഒരു 2-3 മാസം കഴിയും, അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോൾ പ്ലാന്റ് ഒന്ന് പൊടിച്ച് പ്ലാന്റ്സ് നല്ല ആരോഗ്യമായതിനു ശേഷം മാത്രം നമ്മളതൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ള കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതുപോലെ ഇത്രയും ഉണ്ട് പ്ലാന്റ്സ്. അപ്പോൾ ഇതെല്ലാം നമുക്കിന്ന് പോട്ട് ചെയ്യണം. അതെല്ലാം പോട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോന്ന് വെച്ച് നമ്മൾ ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മൾ ചകിരിയിൽ എങ്ങനെയാണ് വയ്ക്കുന്നതെന്നും കൂടെ ഉള്ള കാര്യം. അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇതിന് വേണ്ടി ഒരു കുഞ്ഞു പ്ലാന്റ് എടുക്കുന്നുണ്ട്. ഇതാണ് ചകിരി എന്ന് വെച്ചു.
അപ്പോൾ അതിൻ്റെ വേര് വരുന്ന ഭാഗം എടുത്തിട്ട് ഇതാ വേണ്ട വേര് വരുന്ന ഭാഗം എടുത്തു. അതിനുശേഷം എന്താ കുഞ്ഞു ചകിരി എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ നമുക്ക് ഇതിനേതാ ഈ ഒരു മെത്തേഡ് പോലെ ആക്കിയതിന് ശേഷം നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അവിടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫാനൊക്കെ വെച്ചിരിക്കുമ്പോൾ നമുക്ക് മരത്തിൽ കെട്ടി നമുക്ക് സൈഡിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുന്നതനുസരിച്ച് കുഞ്ഞു കുഞ്ഞു തൈകൾ ഇതിലൊന്ന് വരും. പിന്നെ അതിൽ നിറച്ച് ക്രൗഡായിട്ട് നിറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇതിനെ മരത്തിൽ പറ്റി പിടിച്ചിരിക്കാനാണ് കൂടുതൽ ഇഷ്ടമുള്ള ഈ ഒരു പ്ലാന്റ്. നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ആക്കുന്നതേ ഉള്ളൂ. ചെടിച്ചട്ടിയിൽ നടാനുള്ള മെത്തേഡ് രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡ് നട്ടെന്ന് പറഞ്ഞാൽ പൂക്കൾ വരാതിരിക്കില്ല, പ്ലാന്റ് വലുതാവാതിരിക്കില്ല. പ്ലാന്റ് നമ്മൾ ഈ ഒരു രീതിയിൽ നട്ട് പ്ലാന്റ് നിറച്ച് ഫ്ലവേഴ്സ് ഉള്ളതെല്ലാം ഈ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ നട്ടതിൻ്റെ കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് കൈയൊന്ന് വാഷ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡിലുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ആ ഒരു മെത്തേഡിൽ നട്ടിട്ടുള്ള പ്ലാന്റിന് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ മെത്തേഡിലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടോ ആ ഫാൻ നിൽക്കുന്നുണ്ടോ, ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ഒരു മെത്തേഡ് നമുക്ക് നടാം. ഞാനിപ്പോൾ പണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇടയ്ക്ക് വെച്ചത് പ്ലാന്റാണ് കേട്ടോ. പൊടിച്ച് അത്യാവശ്യം വരുന്നുണ്ട്, ബാക്കിയെല്ലാം സെയിലായിപ്പോയി. പിന്നെ നമുക്ക് ആ വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചത് അതേ ചെടിച്ചട്ടി തന്നെ നട്ടിട്ടുള്ളതിലുള്ള വലിയ പ്ലാന്റാണ് കണ്ട. ആ ചെടിച്ചട്ടിയിൽ നമ്മൾ നട്ടതായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ഇതാണ് കണ്ട. ഇപ്പോൾ ഫ്ലവർ അടുത്ത് സ്റ്റാർട്ട് വന്നിട്ടുണ്ട്, വീണ്ടും നിറച്ച് ഫ്ലവേഴ്സ് കിട്ടും കണ്ട, നിറച്ച് തയ്യും ആവും ഇതുപോലെ. ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് ആക്കാം. ഇതിൽ കുറേ കട്ട് ചെയ്യാനുണ്ട്, അമ്മയിടയ്ക്ക് പറഞ്ഞ് കട്ട് ചെയ്യണമെന്ന് ഞാൻ ചെയ്ത് വെച്ചില്ല കണ്ട. ഇതൊക്കെ നിറച്ച് പുതിയ പ്ലാന്റ്സ് ആണ് കണ്ട. ഇത് അത്രയും വലിയ പ്ലാന്റാണ്, ഇതുപോലെ വലിയ പ്ലാന്റ് ആവും കണ്ട. നമ്മൾ വേറെ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല ഇതിൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്കൊരു അത്യാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വലിയ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തത്. അപ്പോൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ 9809980674. അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഓർക്കിഡ് സെക്ഷൻ എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഈ രണ്ട് പ്ലാന്റും അത്യാവശ്യം നമ്മൾ വേറെ വലിയ കെയറിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും പറ്റുന്നൊരു പ്ലാന്റ്സുകളാണ്. എൻ്റെ പേര് പീജിയൻ ഓർക്കിഡും ഉണ്ട്, പിന്നെ നമ്മുടെ പെൻസിൽ വേണ്ടയുണ്ട്. ഈ പെൻസിൽ വേണ്ട നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ നമ്മുടെ ഈ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ പീജിയൻ ഓർക്കിഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വെയിൽ അത്യാവശ്യമുള്ളൊരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ പെട്ടെന്ന് കിട്ടും. നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യാറുള്ളത് മതിലിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ ചെയ്താണ് ഈ ഒരു പ്ലാന്റിനെ കൂടുതൽ ആൾക്കാർ വളർത്തിയെടുക്കാറുള്ളത്. നിങ്ങളുടെ ഓപ്ഷനിലായിട്ട് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിയെടുക്കാം. നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു സപ്പോർട്ടിങ്ങനെ കൊടുത്തിട്ട് മരത്തടിയിൽ പോലെയാണ് നമ്മൾ കൂടുതൽ പ്ലാന്റ് വളർത്തിയെടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇനി ഇതെല്ലാം നമുക്ക് പോട്ടിക്കണം. നമ്മളിപ്പോൾ ഇതുപോലെ വേറൊരു കാര്യം കൂടെ കാണിച്ചത്. ഇപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ട, ഇപ്പോൾ ഇതിൽ തന്നെ 3 ബ്രാഞ്ച് ഉണ്ട് കണ്ട. ഇതിനെ നമുക്ക് മാറ്റി രണ്ടായിട്ട് ഈ പ്ലാന്റിനെ നടാം. അല്ലാതെ ഒരെണ്ണമായിട്ട് നട്ട് നമ്മൾ തിക്കി നിരക്കി വെക്കുന്നതിനേക്കാൾ നമുക്ക് കുറേ പ്ലാന്റ്സ് ആക്കുന്നുവെങ്കിൽ കണ്ട ഇത് ഇത്രയാണ്, ഒരു ചെടിച്ചട്ടിൽ ഇത്രയും മതി. ഇത്ര നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതുപോലെ ഉണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ബഹുമാരൊക്കെ അങ്ങ് വളർന്ന് അത്യാവശ്യം നല്ലൊരു രീതിയിലായിട്ട് മാറും കുറച്ച് ദിവസം കൊണ്ട് തന്നെ. പിന്നെ നമുക്കിതിങ്ങനെ കൂടുതൽ കാലം ഇതിൽ ഇരിക്കില്ല, പെട്ടെന്ന് സെയിലായി പോകാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9809980674. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈൻ ഔട്ട്. ബൈ ബൈ.